ഹായ് ഹലോ മലയാളം സീരിയൽ റിവ്യൂ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇന്നത്തെ പത്തരമാറ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നയനയും ആദർശും രാത്രി കിടക്കുമ്പോൾ ആദർശ് നയനയുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അപ്പോൾ നയന ഉടനെ ഞെട്ടുകയും എന്താണെന്ന് പറഞ്ഞ് ഞെട്ടുകയും ചെയ്യുന്നു. അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞ് ആദർശ് അറിയാതെ ആയിപ്പോയതാ എന്ന് പറഞ്ഞ് വഴുതി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നയന ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് മുത്തശ്ശനും പറഞ്ഞിട്ടാണോ എന്ന് പറയുകയും ഒരുപാട് കളിയാക്കുകയും ചെയ്യുന്നുണ്ട് നയനയെ എന്നൊക്കെ. ഇത് കഴിഞ്ഞ് അവർ പരസ്പരം മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, അടുത്തേക്ക് വന്നൂടെ എന്നുള്ള രീതിയിൽ അവർ പരസ്പരം മനസ്സിലിങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ കാണിക്കുന്നത് നവ്യയുടെ കാര്യമാണ്. നവ്യ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ അവസ്ഥയിൽ പോലും തന്നെയും തൻ്റെ കുഞ്ഞിനെയും സ്നേഹിക്കാത്തവനെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചതെന്നോർത്ത് വിഷമിക്കുകയും കരയുകയും ചെയ്യുന്നുണ്ട് നയന. ഇത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അനന്തപുരിയിൽ ആദർശ് നയനയുടെ അടുത്ത് നയനയെ ഹഗ് ചെയ്ത് കിടന്നുറങ്ങുകയായിരുന്നു. അങ്ങനെ നയന ഉണരുമ്പോൾ ആദർശിൻ്റെ കൈ നയനയുടെ ദേഹത്തുണ്ടാവുന്നുണ്ട്. നയനയ്ക്ക് ഒരുപാട് സന്തോഷം വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മെല്ലെ നയന ആദർശിൻ്റെ കൈ ഇങ്ങനെ തൊട്ടപ്പോൾ ആദർശ് ഞെട്ടി ഉണരുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നയന പറയുന്നുണ്ട്, എന്താ ഇത്, എൻ്റെ ദേഹത്ത് എന്തിനാണ് തൊട്ടത് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ നയന വെറുതെ ആദർശിനെ ഇങ്ങനെ പറയുകയും ആദർശ് അറിയാതെ ആയിപ്പോയതാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് മുത്തശ്ശൻ പറഞ്ഞിട്ടാണോ എന്ന് നയന ചോദിക്കുമ്പോൾ അല്ല, ഇത് ഉറക്കത്ത് അറിയാതെ ആയിപ്പോയതാ എന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആദർശ് പറയുന്നുണ്ട്, ഇന്നലെ ലേറ്റായിട്ടല്ലേ കിടന്നത്, കുറച്ചുകൂടി വേണേൽ കിടന്നു എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മായിയമ്മ എന്നെ വഴക്ക് പറയുമെന്ന് പറയുകയും ആദർശ് പറയുന്നുണ്ട്, അത് ചുമ്മാ കേട്ട് നിന്നാൽ മതി, ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, അതെപ്പോഴും ഞാൻ അങ്ങനെയാണല്ലോ, ഒന്നും പറയാറില്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ശേഷം ചായ എടുക്കാൻ വേണ്ടി നയന ഫ്രഷായി ചായ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആദർശ് നയനയുടെ പില്ലോ എടുത്ത് ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് മെല്ലെ നയന ഒളിച്ചിരുന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. അത് കണ്ട് നയന നോക്കുന്നത് കണ്ട് ആദർശ് പില്ലോ തിരിച്ചിടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തിൽ നയന ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ കനക വരികയും കനക ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയുമ്പോൾ നയന കാര്യം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടെ നവ്യ അവിടെ വരികയും നവ്യയുടെ അവസ്ഥ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സങ്കടവും ആവുന്നുണ്ട്. നീ സന്തോഷത്തിൽ നിൽക്ക്, എൻ്റെ ലൈഫ് എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുകയും എല്ലാവർക്കും അത് സങ്കടമാവുകയും ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ നിർമ്മലിനെ പിടിയിലാക്കണം, അപ്പോൾ വാദി പ്രതിയാവും എന്നൊക്കെ നയന പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും അഭിയെ പറഞ്ഞ് ശരിയാക്കണം എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അവൻ്റെ അമ്മയെ ആദ്യം കൊല്ലണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നയന അനിക്ക് ചായ കൊണ്ടുപോകാൻ വേണ്ടി പോവുകയും ഇന്നലെ നടന്ന സംഭവങ്ങളൊന്നും മനസ്സിൽ വയ്ക്കരുത് എന്നൊക്കെ പറയുകയും അനി വളരെയധികം വിഷമത്തിലും കൂടി ആയിരുന്നു. അപ്പോൾ അനി പറയുന്നുണ്ട്, എന്നാലും ഇത് നന്ദുവിന് ആദ്യം അപ്പോൾ നയന പറയുന്നുണ്ട്, അത് അവൾ പേടിച്ചിട്ടാണ് എന്നൊക്കെ പറയുകയും ഷോക്കായിപ്പോയി എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടെ അനാമികയെ നീ സ്നേഹിക്കണം, നല്ല ഉഷാറായിട്ട് കല്യാണമൊക്കെ വിളിച്ചിട്ടൊക്കെ വാ എന്ന് പറഞ്ഞ് അനിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നയന. ഇത് കഴിഞ്ഞ് ആദർശിനെ കാണിക്കുമ്പോൾ ആദർശ് നയനയുടെ മുല്ലപ്പൂ എടുത്ത് മണപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കണ്ട് വരികയാണ് നയന ചായ എടുത്തിട്ട്. അപ്പോൾ ഉടനെ തന്നെ മുല്ലപ്പൂ ചാടുകയും എന്താണ് അത് എടുത്ത് കളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ നീ എന്തിനാണ് ഇതിവിടെ ഇട്ടത് എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ശേഷം ഇരുവരും നല്ല സ്നേഹത്തിൽ ഒരുപാട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ ചോദിക്കുന്നുണ്ട് നയന, ഇതിനു മുന്നേ ആരും പ്രണയിച്ചിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്കതിന് സമയം കിട്ടിയില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ആദർശ്. ശേഷം നയനയോട് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പേര് പ്രണയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആദർശ് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.